അജ്മൽ ആ സൗഹൃദം മുതലെടുക്കുകയായിരുന്നു. 2 മാസത്തെ സൗഹൃദം 8 ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്നും അജ്മൽ ഇതിനിടയിൽ തട്ടിയെടുത്തത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുന്തലത്തക്കതിൽ 27-കാരനായ അജ്മൽ കൊറിയോഗ്രാഫർ എന്ന നിലയിലാണ് ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. 6 ക്രിമിനൽ കേസിൽ പ്രതിയായ അജ്മൽ ചന്ദനം കടത്ത് കേസിലും പ്രതിയാണ്. പിന്നിലിരുന്ന കുഞ്ഞുമോൾ അജ്മൽ ഓടിച്ച കാർ ഇവരുടെ സ്കൂട്ടറിലിടിക്കുന്നു. കാറിടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നു പൊക്കിയ കുഞ്ഞുമോൾ ബോണറ്റിലും തുടർന്ന് കാറിന് മുന്നിലും വീണു. കാറെടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറും എന്ന നിലയിലാണ്. മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന ആക്സിഡന്റിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ 2 വ്യക്തികളാണ്. അവർ പാർട്ടിയും കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, സാധാരണ ഒരു ആക്സിഡന്റ് ഈ പറയുന്ന എന്താ പറയണ്ടേ, ഞാനും വണ്ടി പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയതാണ്. ആക്സിഡന്റ് എന്ന് പറയുമ്പം ഓട്ടം മറിഞ്ഞതാണ്. ഓട്ടോ ഭാഗ്യത്തിന് ഞാൻ പുറമോട്ടങ്ങ് ആയിപ്പോയി. നമുക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞത് എന്താ പറയുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതൊന്നുമല്ല, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവർ വെള്ളം അടിച്ച് പാർട്ടിയൊക്കെ ആഘോഷിച്ച് വരുന്ന വഴിക്ക് സംഭവിച്ചതാണ്. അപ്പോൾ കാറിൻ്റെ അടിയില്ല. ഒന്ന് ആലോചിച്ചു, ഒരാൾ ഉണ്ടായിട്ട് എനിക്ക് അവരാ വണ്ടി എടുക്കലേ എന്ന് പറഞ്ഞിട്ടും അവൻ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? അത് അവൻ അറിഞ്ഞു കാണത്തില്ല ഇന്ന ആൾ ഉള്ളത്. അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അറിയത്തില്ല. അതും കൂടിയിരിക്കുന്ന ഒരു ഡോക്ടർ കരുനാഗപ്പള്ളിയിലെ. ഓക്കെ, എന്തായാലും ഇവര് പ്രണയത്തിലായിരുന്നു. നമുക്ക് എന്തായാലും ന്യൂസ് വെക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാതെയോ. അജ്മൽ എന്ന ക്രിമിനൽ 1 മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത്. ശ്രീകുട്ടി 1 വർഷത്തോളമായി അവിടെ ജോലി ചെയ്തു വരുന്നു. ബന്ധം ശക്തമായതോടെ അജ്മൽ ആശുപത്രിയിൽ പതിവ് സന്ദർശകനായി. ജോലി സ്ഥലത്ത് പതിവായി ഡോക്ടറെ ഒരുത്തൻ സന്ദർശിക്കാനെത്തുന്നു എന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ 2 പേർക്കും മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആശുപത്രി അധികൃതരുടെ താക്കീത് വകവയ്ക്കാതെ അവരുടെ സൗഹൃദം വളർന്നു. ആ സൗഹൃദം ഏറ്റവും മ്ലേച്ഛമായിരുന്നു. ഇതിനിടയിലാണ് ഇവർ കരുനാഗപ്പള്ളിയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണാഘോഷത്തിന് ഒരുമിച്ച് ചേരുന്നത്. ഇഷ്ടം പോലെ ഇരുവരും മദ്യപിച്ചു. ഉച്ചയ്ക്ക് ശേഷം അജ്മലിന്റെ വീട് നിൽക്കുന്ന വെളുത്തമണലിലേക്ക് ഇരുവരും കാറിൽ വരുന്നു. വരുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും കാർ ഇടയ്ക്ക് വെച്ച് നിർത്തി ശ്രീകുട്ടിക്ക് മദ്യം വിളമ്പി അജ്മൽ. 1 സ്ഥലങ്ങളിൽ വെച്ച് ഇവർ കാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്തു. സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ഗ്ലാസിൽ ശ്രീകുട്ടിക്ക് മദ്യം പകരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച് മതോന്മത്തയായ ഡോക്ടർ ശ്രീകുട്ടി ഇടയ്ക്ക് അജ്മലിന്റെ മടിയിലേക്ക് വീഴുന്നു. അതും അവൻ കാർ ഓടിക്കുമ്പോൾ. ഇവരുടെ പേക്കൂത്ത് തന്നെയാണ് നിരപരാധിയായ ഒരു വീട്ടമ്മയുടെ മരണത്തിൽ കലാശിച്ചത്. ഫൗസിയ എന്ന യുവതിക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന കുഞ്ഞുമോൾ. അജ്മൽ ഓടിച്ച കാർ ഇവരുടെ സ്കൂട്ടറിലിടിക്കുന്നു. കാറിടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നു പൊക്കിയ കുഞ്ഞുമോൾ ബോണറ്റിലും തുടർന്ന് കാറിന് മുന്നിലും വീണു. കാറെടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറും എന്ന നിലയിലാണ്. മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന കുഞ്ഞുമോളുടെ ശരീരം പൊരുത്തു വലിച്ച് പിറകിലേക്കെടുത്ത ശേഷം വീണ്ടും ആ കാർ മുൻപിലേക്ക് എടുക്കാനൊരുങ്ങുന്നു. അടുത്ത് ഓടിക്കൂടിയ നാട്ടുകാർ ഉച്ചത്തിൽ അലറുന്നു, കാർ മുന്നോട്ടെടുക്കരുതെന്ന്. വണ്ടി മുന്നോട്ടെടുക്കല്ലേ എന്ന് അലറി വിളിക്കുന്ന നാട്ടുകാർ. എന്നാൽ അവർക്കിടയിലൂടെ കാർ അജ്മൽ മുൻപോട്ടെടുത്തു. അതും ശ്രീകുട്ടിയുടെ പ്രേരണയ്ക്ക് പിന്നാലെ. അജ്മലിന്റെ തോളിൽ തട്ടി കാർ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ അജ്മലിനോട് നിർദ്ദേശിച്ചത് ശ്രീകുട്ടി എന്ന ഡോക്ടർ. അവളാണ് അവിടെ ചെകുത്താനായി മാറിയത്. ഓക്കെ, കരുനാഗപ്പള്ളിയിൽ എന്താ പറയണ്ടേ, അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്ന സമയത്തുള്ള ബന്ധമാണ് അത്. പിന്നെ അങ്ങ് റിലേഷനായി. അപ്പം ഇവരുടെ പാസ്റ്റ് നോക്കുവാണെങ്കിൽ ചെകയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അവരുടെ അമ്മ മന്ത്രവാദിയാണെന്നോ, പിന്നെ അത് മാത്രമല്ല വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുതലാളിയെ വീട്ടു ജോലിക്ക് ചെന്ന സമയത്താണ് മുതലാളിയെ കെട്ടിയതും. പിന്നെ അങ്ങനെയാണ് ശ്രീകുട്ടി വന്നതും. പിന്നെ ശ്രീകുട്ടിക്കും കുറച്ച് പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം എന്താ പറയണ്ടേ, ഇപ്പം എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഈ പയ്യൻ്റെ തലയിലോട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ കേസ് പോവുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ന്യൂസിൽ കേട്ടതെന്ന് പറഞ്ഞാൽ ചർച്ച മൊത്തം എന്താ പറയണേ, അവൻ ശ്രീകുട്ടിയുടെ 8 ലക്ഷം രൂപ മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു, മറ്റേ മേടിച്ചു, മറിച്ചു. ഇപ്പോൾ കറങ്ങി തിരിഞ്ഞെല്ലാം പെണ്ണുങ്ങളെ എവിടെയും സേഫ് ആക്കാനേ ആൾക്കാർ നോക്കത്തുള്ളൂ. സത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണം ഇല്ല, ഒരു പയ്യന് മാംഗോ ജ്യൂസിനകത്ത് ഒരു ഇത് വിഷം കലത്തി അറിയാലോ കൊന്നത്. അവളെ കണ്ടില്ലേ, അവൾ ജയിലിൽ നിന്ന് ഇറങ്ങി കണ്ടില്ലേ, അവൾക്ക് ജാമ്യം കൊടുത്തില്ലേ. അത്രേ ഉള്ളൂ. ഇപ്പം ചില നൈസായിട്ട് തന്നെ ചെറുക്കൻ്റെ തലയിലെല്ലാം കൊടുത്തിട്ടോ കാണിച്ചത് തോന്നിയ ദിവസമാണ്. അവനെ ന്യായീകരിക്കാനോ ഒന്നും അല്ലായിരുന്നു. ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ വണ്ടി എടുത്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവളൊക്കെ ഒരു ഡോക്ടറാണോ? ആലോചിച്ചേ, എന്ത് യോഗ്യതയുണ്ട് സത്യത്തിലാ. ഈ ഞാനൊരു കമൻറ്റിൽ കണ്ടതെന്ന് വെച്ചാൽ ഈ പെണ്ണിനെ കുറിച്ച് നല്ലതായിട്ട് 2-3 കമൻറ്റ് വന്നു. അപ്പോൾ ആ ഒരു കൊച്ച, നല്ലൊരു കൊച്ച, ഇതെന്ത് പറ്റി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ്. ഇതാണ് ഈ ലഹരി. ഈ സാധനങ്ങളൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നത്, എന്ത് തോന്നിവാസം, പറഞ്ഞ് മനസ്സിലായോ? എന്ത് തോന്നിവാസം പോലും കാണിക്കാം. ആ ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം 7, 8, 9, 10 തൊട്ടുള്ള പിള്ളേർ വരെ ഇത് അടിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ മറ്റേ MB അതുവരെ ഒന്നും ഇല്ലാണ്ടായി വരുവാണ് സത്യത്തിൽ. ഇപ്പം നോർമലായിട്ട് വരുവാടാ ഇതൊക്കെ.
പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ആ ന്യൂസ് ബാക്കിയും കൂടെ വെച്ച് തരാം. 18-ാം വയസ്സിൽ ഒളിച്ചോടിയ പെൺകുട്ടിയുടെ കഥയാണ് ശ്രീകുട്ടിയിലൂടെ അവർ പറയുന്നത്. മടങ്ങിയെത്തിയത് ഒരു കൈക്കുഞ്ഞുമായി. MBBS പഠിച്ചെങ്കിലും അവൾ ലഹരിക്കടിമയായിരുന്നു. ഒരു മുഴുവൻ സമയ മദ്യപാനി. വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവുമൊക്കെ അവൾക്കതിന് പ്രേരണയായി. നെയ്യാറ്റിൻകര തൊഴുക്കലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർബന്ധവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് എന്ന് കേരളകൗമുദി പറയുന്നു. നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ. ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ. ഷാജിയുടെ 2ാം വിവാഹം. ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായി വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടുന്നു. ചെന്നൈയിലേക്കാണ് അവൾ ഒളിച്ചോടിയത്. അധികം വൈകാതെ ഒരു കൈക്കുഞ്ഞുമായി അവൾ മടങ്ങി വീട്ടിലെത്തി. പിന്നീട് MBBS പഠനം. ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും അവൾക്ക് മുന്നിലുള്ള ജീവിതം ശരിയായിരുന്നില്ല. വഴിവിട്ട ജീവിതവും അമിത മദ്യപാനവും ലഹരിയുമൊക്കെ അവൾക്ക് ഹരമായി. മുൻകാല സൗഹൃദങ്ങളൊന്നും അവളുടേത് നല്ലതായിരുന്നില്ല. ഇതിനിടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും അതും പിന്നീട് വേർപിരിഞ്ഞു. 1 വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത്. ഇവൾക്കൊക്കെ മുന്നിൽ ചെന്ന് ഗൈനക്കോളജിയിൽ ചികിത്സ തേടുന്ന വീട്ടമ്മമാരുടെയും യുവതികളുടെയും ഒക്കെ ഗതികേട് നമ്മൾ ഓർക്കണം. എന്തെങ്കിലും മനസ്സാക്ഷിയുടെ ഒരിറ്റുപറ്റ് അത് ശരീരത്തിലില്ലാത്ത ഓരോരോ ജീവിതങ്ങൾ. കരുനാഗപ്പള്ളിയിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വാടക വീട്ടിൽ താമസമാക്കി. ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട അജ്മലിനെയും കൂട്ടി അവൾ വാടക വീട്ടിലേക്ക് പോയി. ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടുക പതിവാണ്. അവിടെയാണ് അവരുടെ മദ്യപാന സദസ്സ്. മദ്യസൽക്കാരവും മറ്റ് ലഹരി ഭോഗങ്ങളുമൊക്കെ പതിവാക്കി. MDMA ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയായിരുന്നുവെന്നാണ് കേരളകൗമുദി പറയുന്നത്. ഓക്കെ, അപ്പം MDMAയുടെയും കാര്യം അതിൽ സംസാരിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സത്യത്തിൽ. ഓരോ സിറ്റുവേഷൻ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പം ഇല്ലാണ്ടായതൊരു കുടുംബമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അന്നേരത്തെ സുഖത്തിന് വേണ്ടി കാണിക്കുന്ന ഓരോ തോന്നിയ മാസത്തിന് എന്തായാലും ഇവിടുത്തെ നിയമം, എനിക്ക് നിയമത്തെ ഒട്ടും വിശ്വാസമല്ല കേട്ടോ. എന്തായാലും ഉടനെ തന്നെ ശ്രീകുട്ടിക്ക് ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും, അത് ഉറപ്പാണ്. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇത് ചുമ്മാ ന്യൂസുകാർക്ക് ഒന്ന് എന്താ പറയേണ്ട അടുത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സിനാണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. കാരണം പോയതോ ആ ചേച്ചിക്ക്, ആ ചേച്ചിയുടെ കുടുംബക്കാർക്ക് വേണ്ടി, അവർക്ക് മാത്രം പോയി. ഇത് ചുമ്മാ കടന്നിട്ട് എന്താ പറയുക, ഇവർക്കൊക്കെ എന്ത് തോന്നിയ ദിവസം കാണാം. ഇവർക്ക് ഇപ്പം എന്താ പറയണ്ടേ, പൈസ ഉണ്ടോ അവർക്ക് ഇതും കേട്ടോ. ഇപ്പം കുറ്റങ്ങൾ മൊത്തം അവൻ്റെ തലയിലാക്കുന്ന രീതിയിലാണ് ചില സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ചില ന്യൂസിലൊക്കെ ഞാൻ കേട്ടത്. ഞാൻ അതും വെച്ച് തരാം. ഈ ഒരു കാര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കാം. അവൾ അങ്ങനെ ചെയ്തു, അവൾ എന്ത് ഇതാണ്, അവൾ മറ്റേതാണ്, അവളൊക്കെ ഒരു ഡോക്ടറാണോ, അവൾ അതാണോ ഒക്കെ വായി തോന്നുന്നതൊക്കെ നമുക്ക് വിളിച്ചു പറയാം. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവിടുത്തെ നിയമം അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്തായാലും വേറൊരു ന്യൂസ് വെച്ചാൽ അത് നിങ്ങളൊന്ന് കേട്ടിട്ടൊന്ന് പറ. ഇത് അവളെ ന്യായീകരിക്കുവാണോ എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് അജ്മൽ ഡോക്ടറായ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത്. അത് അടുത്ത സൗഹൃദമായി മാറുകയായിരുന്നു. ചുരുങ്ങിയ സൗഹൃദകാലത്തിനിടയിൽ 8 ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്ന് അജ്മൽ വാങ്ങിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി ഷാജി സുരഭി ദമ്പതികളുടെ മകളായ ശ്രീകുട്ടി 2017 MBBS പാസ്സായത്. സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശ്രീകുട്ടി MBBS പഠനത്തിനിടയിലാണ് വിവാഹിതയാവുന്നത്. 1 വർഷം മാത്രമാണ് വിവാഹബന്ധം തുടർന്നത്. കഴിഞ്ഞ 1 വർഷമായി വല്യത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 മാസം മുമ്പാണ് അജ്മലുമായി സൗഹൃദത്തിലാവുന്നത്. ചികിത്സയ്ക്കായി എത്തിയ അജ്മൽ ആ സൗഹൃദം മുതലെടുക്കുകയായിരുന്നു. 2 മാസത്തെ സൗഹൃദം 8 ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്നും അജ്മൽ ഇതിനിടയിൽ തട്ടിയെടുത്തത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുന്തലത്തക്കതിൽ 27-കാരനായ അജ്മൽ കൊറിയോഗ്രാഫർ എന്ന നിലയിലാണ് ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. 6 ക്രിമിനൽ കേസിൽ പ്രതിയായ അജ്മൽ ചന്ദനം കടത്ത് കേസിലും പ്രതിയാണ്. ന്യൂസിലൊക്കെ കേട്ടിട്ട് തട്ടിയെടുക്കുകയായിരുന്നു, സൗഹൃദം നടിച്ചു. ഇതിപ്പോൾ എന്താ പറയാ, ഇതൊക്കെ ന്യൂസുകാരിപ്പോൾ കുറെ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറ്റി പറയും, ശ്രീകുട്ടി അങ്ങ് പുറത്തിറങ്ങിക്കോളും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. പിന്നെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വായിച്ചു തരാം. ആദ്യത്തെ കമൻറ്റ്, ഇവളുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. അതൊക്കെ പോലീസിന്റെ ജോലിയായിരിക്കും. പരിശോധിച്ച് നോക്ക്. ഇനി വ്യാജമാണോ സത്യമാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇതേ സ്വഭാവമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓക്കെ, ആൾക്കാർ ചോദിച്ചില്ലെങ്കിലുള്ള അതിശയം. വേറൊരു കമൻറ്റ്, ആ കൊച്ച് നല്ല ഡോക്ടറായിരുന്നു. ജെസി ഡോക്ടറിന്റെ ജൂനിയർ, ഗൈനക്കോളജി നല്ല പെരുമാറ്റമായിരുന്നു, വിശ്വസിക്കാൻ പ്രയാസമാണ്. അങ്ങനൊരു കമൻറ്റ് വന്നു. നമുക്കറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ. ചിലപ്പം ഓരോരുത്തർക്കും എപ്പോഴും ഒരാളിങ്ങനെ കണ്ണുരുട്ടി നിൽക്കത്തൊന്നുമില്ലല്ലോ. പിന്നെ ലഹരിയാണ് പ്രശ്നം. ഇവള് വ്യാജ ഡോക്ടറാണോ എന്ന് അന്വേഷിക്കണം. ഇതൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. ചിലന്മാരെന്താ നാടിനും അപമാനം മാത്രം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു കമൻറ്റും കൂടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ, ഇവൻ ഒന്നാമത് ക്രിമിനൽ കേസിലെ പ്രതിയും സ്വർണം ഒക്കെ എടുത്തിട്ടുള്ളതൊക്കെ അല്ലേ. അപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ കടന്നുകൂടി ചിലപ്പോൾ അവിടെയൊക്കെ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചില്ലെങ്കിൽ എന്താ അതിശയം, അങ്ങനെ ഉള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
ഓക്കെ, എന്തായാലും അനുഭവിച്ച് മീൻസ് ഒരു ഫാമിലിയുടെ തന്നെ ഒരു വിളക്കാണ് നശിപ്പിച്ചത്, ഇല്ലാണ്ടാക്കി കളഞ്ഞത് ഇവരൊക്കെ. അപ്പോൾ ഉറപ്പായിട്ട് ഇവനൊക്കെ ശിക്ഷ അനുഭവിക്കണം. അപ്പം നിയമം സത്യത്തോടെ തന്നെ നീങ്ങട്ടെ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ഇത് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഉറപ്പാണ് ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങും. ആ ഒരു രീതിയുള്ളൂ ഇവിടെ അങ്ങനെ ആയിപ്പോയി. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.